ഡോക്ടർ ബി ജയരാജൻ, നിങ്ങളും ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ഒരു പക്ഷത്ത് സിനിമയ്ക്കെതിരെയുള്ള ക്യാമ്പയിൻ നടക്കുമ്പോൾ മറുവശത്ത് ഈ സിനിമയെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ യഥാർത്ഥ രാഷ്ട്രീയം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതാണോ നിങ്ങളെ ഈ സിനിമയിലേക്ക് ആകർഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് മറുവശത്ത് ഈ ക്യാമ്പയിന്റെ ശക്തി കൂടുകയും ചെയ്യും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ സഹയാത്രികർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർക്ക് പൊതുവെ ഹേറ്റ് ക്യാമ്പയിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം ഹേറ്റ് ക്യാമ്പയിനിങ് നമ്മുടെ മാർഗമല്ല. ഇതിനു മുമ്പ് ഹേറ്റ് ക്യാമ്പയിനുകളുടെ ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സംഘപരിവാറിന്റെ ആളുകളാണ്. കാരണം എത്ര ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ പറ്റും. ശബരിമലയിൽ കാണിക്കയിടരുതെന്ന് പറഞ്ഞിട്ട് ഇതേ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപിക്കെതിരെ ഇടത് ഹാൻഡിലുകളിൽ നിന്ന് വന്നില്ല, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അതായിരുന്നു സിനിമയുടെ പേര്. അന്ന് അദ്ദേഹത്തിനെതിരെ നടത്തിയ ഹേറ്റ് ക്യാമ്പയിൻ പറയണോ ഇവിടെ? അങ്ങനെ ഒരാളും ഇക്കാര്യത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവില്ല. കാരണം എല്ലാവരും ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. അവരവരുടെ രാഷ്ട്രീയത്തിനെതിരെയാണ് സിനിമ പറയുന്നത് എങ്കിൽ അവിടെ വിമർശനവുമായി വരും, ബഹിഷ്കരണ ഭീഷണി വരെ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ CPM അണികളൊന്നും ഒട്ടും പിന്നിലല്ല. ഇവിടെ ബഹിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതൊരു പ്രധാനമാണ്. BJPയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു, ഞങ്ങൾ ഇതിലില്ല, ബഹിഷ്കരണത്തിന് ഞങ്ങളില്ല, സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണമെന്ന്. അങ്ങനെ ഒരു നിലപാട് ഒരു പക്ഷേ CPM ഒന്നും എടുത്തു കണ്ടിട്ടില്ല. എത്രയോ തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ബാൻ ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ, കിസ്സ കുർസിക്ക തുടങ്ങിയ പടങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പൊ അത്തരം നിയന്ത്രണങ്ങൾക്കൊക്കെ എതിരെ എന്നും നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇടതുപക്ഷ സംഘടനകൾ ഒന്നടക്കം. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ വിരുദ്ധമായ സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അത് കളിച്ചോട്ടെ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല, അങ്ങനെ സഹായം ചെയ്തിട്ടുമില്ല. പരമാവധി അതിനെ ബഹിഷ്കരിക്കുവാനുള്ള ശ്രമമേ നടത്തിയിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇടതുപക്ഷ വിരുദ്ധം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കുത്തിക്കയറ്റി അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്ന ചില സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു വിജയിച്ച ഒരു പടം മഞ്ജുഷിന് പറയാമോ? ഇടതുപക്ഷ വിരുദ്ധത കുത്തിക്കയറ്റി, മനഃപൂർവ്വം കുത്തിക്കയറ്റി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തു വെച്ചത് ഇതാണ് നടന്നത്, റിയലായിട്ട് നടന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യാൻ. ഇപ്പം സാധാരണഗതിയിൽ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും സിനിമയ്ക്ക് ആസ്പദമാകാറുണ്ട്. അതിനെ അതേപടി റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്നതല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് ഫാക്ട്സ് ഉണ്ട്, ഫിക്ഷൻ ഉണ്ട്, ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് പലപ്പോഴും കാണിക്കുന്നത്. ഇപ്പൊ എമ്പുരാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ സിനിമ ലൂസിഫർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ജിതിൻ രാംദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നോക്കിയാൽ നമുക്ക് അതിനകത്ത് ഷെയ്ഡ്സ് ഓഫ് രാഹുൽ ഗാന്ധി നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ റോബർട്ട് വാദ്രെ എന്താണ്, മയക്കുമരുന്ന് കച്ചവടക്കാരനാണോ? മരുമകനായിട്ട് വരുന്ന നോർത്ത് ഇന്ത്യൻ നടൻ. അപ്പൊ അങ്ങനെ ഒക്കെ അതിനെ വായിച്ചെടുക്കാൻ ഇങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സിനിമയുടെ കഥ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള. അല്ല, അത് ഒന്നാം ഭാഗത്ത് ലൂസിഫറിന്റെ കാര്യമല്ല, രണ്ടാമത്തെ ഭാഗത്തിലാണ് ജിതിൻ രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് നെഗറ്റീവ് ഷെയർ. അത് സിനിമയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനെ കഥ പറഞ്ഞിട്ടുള്ള സ്പോയിലേഴ്സിനെ അനുവദിക്കാനായിട്ട് ചർച്ച അങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സിനിമയുടെ പ്രധാനമായിട്ടുള്ള കഥ സ്പോയിലർ അല്ല, ജതിൻ രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ പറ്റി ഇപ്പൊ പറഞ്ഞത് സ്പോയിലറാണ്. ആ സിനിമയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ്. അങ്ങനെ ആ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പൊതു ചർച്ചയിൽ വന്നിരുന്ന, ഇത്ര ആളുകൾ കാണുന്ന ഒരു ചർച്ചയിൽ വന്നിരുന്ന സ്പോയിലർ ആക്കല്ല ഒരു സിനിമയുടെ കഥ പറഞ്ഞാണ്. താങ്കളാണ് അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നത്. ഞാനല്ല, നിങ്ങൾ പറഞ്ഞ കാര്യമാണ് സാറേ പറഞ്ഞത്, അല്ല വേറെ ഒന്നും അല്ല. അത് പറയുമ്പോ ശ്രദ്ധിക്കുക. ശരി ശരി, എന്തൊരു കഷ്ടമാണെന്നോ. ഒരു കഷ്ടമില്ല. ഞാൻ പറഞ്ഞത് ഈ എമ്പുരാൻ സിനിമയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ആ സിനിമയുടെ കഥാപാത്രം മോഹൻലാൽ ഫാനായിരിക്കും, മമ്മൂട്ടി ഫാനായിരിക്കും, that doesn't matter me. മോഹൻലാൽ ഫാൻ ആയതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സാറേ. അല്ല, മോഹൻലാൽ ഫാൻ ആയതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സംസാരിക്കുന്നത് ഞാൻ പറയുന്ന താങ്കൾക്കൊന്നും മിണ്ടാതിരിക്കുക, ഒരു സാമാന്യ മര്യാദ ഒരിക്കലും ഇല്ല. മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സിനിമയുടെ കഥ വന്ന് ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. ഒരു തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഒരു പ്രധാന കഥ വന്ന് ഇവിടെ പറയുമ്പോൾ അത് അദ്ദേഹം പറയട്ടെ. ജിതിൻ രാംദാസ് മയക്കുമരുന്ന് കച്ചവടക്കാരനാണെന്ന് പറയുന്നത് സിനിമയുടെ സ്പോയിലറാണ്. അത് ലൂസിഫറിലല്ല പറയുന്നത്. സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ സിനിമ കണ്ടിട്ടുള്ള ബാക്കി ആളുകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേ പറഞ്ഞോളൂ. ബാക്കി ബോബിയുടെ കാര്യമാണ് ബോബിയുടെ കാര്യമാണ് പറഞ്ഞത്. താങ്കൾ അരിവ് മൂലം കേട്ടിട്ട് ചുമ്മാ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ താങ്കൾക്കാണ് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഓഡിയൻസേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ മൂവി വരിക, അത് സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്ന എല്ലാ മലയാളിയെ സംബന്ധിച്ചുള്ള അഭിമാനിക്കാവുന്ന ഒരു വസ്തുത തന്നെയാണ്.
അതേ അർത്ഥത്തിൽ തന്നെ ഇപ്പം നാല് പ്രാവശ്യം ഒരു സിനിമ 4 പ്രാവശ്യം കാണുന്ന ആളുകളാണ് ആന്ധ്രാപ്രദേശിലുള്ള ആളുകൾ. എന്തുകൊണ്ട് രാജമൗലിയുടെ സിനിമകൾ ബ്രഹ്മാണ്ഡ സിനിമകളായിട്ട് മാറുന്നു? നമുക്ക് അങ്ങനെ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈച്ചയെ നായകനാക്കി സിനിമ എടുത്ത ആളാണ് രാജമൗലി. നമ്മുടെ ഇവിടെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ? നമ്മളെ ഈ പറയുന്ന പരസ്പര ഹേറ്റ് ക്യാമ്പയിൻ കൊണ്ടാണ്. നമ്മൾ നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഉടനെ തിയേറ്ററിന് ആളിനെ വിളിച്ച് കൂവിക്കുക. നേരത്തെ നമ്മുടെ മോഹൻലാൽ ഫാൻ പറഞ്ഞ പോലെ ടിക്കറ്റ് നേരത്തെ ക്യാൻസൽ ചെയ്യുക, ആഘോഷം നടത്തുക, അങ്ങനെയൊക്കെയുള്ള അതൊന്നും സിനിമ ആസ് ആൻ ഇൻഡസ്ട്രിയെ സഹായിക്കത്തേയില്ല. അത്തരം നിലപാടുകൾ അപലപനീയമാണ്. അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ശരി ശരി ശ്രീ ജയരാജ്, എന്തായാലും അല്ലല്ല ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടത് ഹാൻഡിലുകൾ ഇതിനെ ഏറ്റെടുക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ സിനിമ ഈ സംഘപരിവാർ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് തന്നെയാണ് ഇടത് അനുകൂലികൾക്ക് അതിനോടുള്ള താല്പര്യം കൂടുവാനുള്ള കാരണവും. ശ്രീ RV ബാബു, എന്തായാലും ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നുണ്ട്. പക്ഷേ ഇത് ബഹിഷ്കരണത്തിന് തുല്യമായ ഒരു കാര്യം തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എടുത്ത ടിക്കറ്റുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇടുക, അത് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെയല്ലേ ഉള്ളത്? ഒരു